ഈ വീഡിയോയിൽ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അതുപോലെ തന്നെ UAE ഇന്ത്യ തമ്മിൽ നടന്ന ഒരു മീറ്റിംഗ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് അറബ് മാധ്യമങ്ങൾ തന്നെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ തിടുക്കിട്ട് സന്ദർശനം നടത്തിയതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ 1979 ഷാ ഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൊണ്ട് IRGC റെജീം ഭരണം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ ഭരണം പിടിച്ചെടുക്കാൻ ഇവർ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തിയ ടൂൾ എന്ന് പറഞ്ഞാൽ അത് മതമാണ്. മതത്തിൻ്റെ ആശയങ്ങൾ, ഐഡിയോളജി കുത്തി നിറച്ചുകൊണ്ട് 79 എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും 79 കുറച്ചുകൂടെ കൺസർവേറ്റീവാണ്. നല്ല രീതിയിൽ ആശയങ്ങൾ കടത്തിവിടാൻ ഈ മുല്ല കമ്മ്യൂണിറ്റിക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ IRGC റെജീം എന്ന് പറയുന്നത്, ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് എന്ന് വിളിക്കുന്ന ഈ IRGC ഭരണകൂടം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇറാൻ്റെ നിലവിലത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ആര് ഭരിച്ചാലും ഇന്ത്യയുമായിട്ട് നല്ല കോപ്പറേഷൻ തന്നെയായിരിക്കും. കാരണം വ്യാപാരത്തിനായാലും ഇന്ത്യ എന്ന് പറയുന്നത് വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇറാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇറാനിൽ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഇറാൻ ഇന്ത്യയെ വേറൊരു പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അവിടെ റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ എന്തെങ്കിലും ഇന്ത്യയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് പോകണ്ട, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും ഈ മതപരമായ ആശയമാണ് ഇവർ ഏറ്റവും കൂടുതൽ കുത്തി നിറച്ച് ഷാ ഭരണകൂടത്തിനെ അട്ടിമറിച്ചത്. വേറെ ഒന്നും തന്നെ അവർക്ക് ഷാ ഭരണകൂടത്തിനെതിരെ മുന്നോട്ട് വെച്ച്, അതായത് വേറെ ഒരു കാരണങ്ങളും അവിടെ നിരത്തിക്കൊണ്ട് ഷാ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ ഇവർക്ക് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവർ മതപരമായിട്ടുള്ള ആശയങ്ങളെ എടുത്തുകൊണ്ട് വന്നിട്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇവർ അവിടുത്തെ ഭരണകൂടത്തിനെ അട്ടിമറിച്ചത്. അപ്പോൾ ഇവർ മതപരമായിട്ടുള്ള ആശയങ്ങളോട് വന്നതുകൊണ്ട് തന്നെ അവിടെ അന്ന് ഇസ്രായേലും ഇറാനും ജൂവിഷ് കമ്മ്യൂണിറ്റിയും പേർഷ്യൻ കമ്മ്യൂണിറ്റിയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു. അപ്പോൾ ആ ബന്ധത്തിന് ഉലച്ചൽ തട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർ മതം പറയുന്ന യഹൂദിനെതിരെയുള്ള കോട്ടിങ്സ് എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ കൂടുതൽ ആവർത്തിച്ച് ആ ജനങ്ങളിൽ പഠിപ്പിക്കുകയായിരുന്നു അവർ. അത് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അതായത് ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ യഹൂദന്മാരുമായിട്ട് കൂട്ടുകൂടുന്നത്, അവരുമായിട്ട് ഇടപഴകുന്നത്, അവരുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അവരുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ഹറാമാണെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതായത് ആ ഗ്രന്ഥങ്ങളിലുണ്ട് ഇത്. അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊരു പരിധിവരെ ഇപ്പം ഇതിനകത്ത് IRGCയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ IRGCയുടെ പ്രോട്ടോകോൾ പഠനങ്ങൾ എല്ലാം തന്നെ ബേസ്ഡ് ഓൺ ഈ റിലീജിയസ് സ്ക്രിപ്ചറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇസ്രായേലിനെ ഒരു കാരണമില്ലാതെ എതിർക്കുന്നത്. ഇസ്രായേലിനെതിരെ ഇറാൻ എന്തുകൊണ്ടാണ് നിലപാടെടുക്കുന്നതെന്ന് വെച്ചാൽ പൊതുവേ മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാം തന്നെ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവരുടെ വിശ്വാസ രീതി അങ്ങനെയാണ്, വിശ്വാസം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇത് ആർക്കും തന്നെ ഡിനൈ ചെയ്യാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ് കേട്ടോ, ട്രൂത്താണ്. ആ ഒരു തലത്തിൽ നിന്നും ഇന്നത്തെ ഒരു മാനവിക മൂല്യങ്ങൾ അനുസരിച്ച് ഈ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന പലർക്കും തന്നെ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ യഹൂദിനെ കാണേണ്ടതില്ല എന്നുള്ള തിരിച്ചറിവ് പലർക്കുമുണ്ട്. പക്ഷേ തീവ്ര ആശയങ്ങളുള്ള ആൾക്കാർക്ക് ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഒരു തരത്തിൽ യഹൂദിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ വിശ്വാസത്തിനെ മറികടന്നുകൊണ്ട് വേണം യഹൂദിനെ അക്സെപ്റ്റ് ചെയ്യാൻ. ഈ സുന്നി മുസ്ലിംസിന്റെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലങ്ങളും ഇവർ മൈൻഡ് ചെയ്യേണ്ടതില്ല. ആര്? ഈ ഷിയാക്കൾ. ഇറാൻ ഷിയ ഭരണകൂടമാണല്ലോ. കാരണം ഷിയ എന്ന് പറയുമ്പോഴത്തേക്കും അലിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ഹുസൈനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഹുസൈനാണ് അവരുടെ ഇമാം. അതായത് ആഫ്റ്റർ മുഹമ്മദ് നബിക്ക് ശേഷം ഈ ഖുറാൻ 4 ഇമാംമാരെ വെച്ചിട്ടാണ് എഴുതുന്നത്. ആ 4 ഇമാംമാരുടെ 4 സെക്റ്റുകളായിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ആ ഇമാം ഹുസൈൻ്റെ എഴുത്താണ് ഈ ഷിയ മുസ്ലിംസ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അലി എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ മരുമോനാണ്. മുഹമ്മദ് നബിയുടെ മകളായിട്ടുള്ള ഫാത്തിമയുടെ ഹസ്ബൻഡാണ് ഈ അലി. അപ്പോൾ ഈ അലിയെ ഫോളോ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അതേസമയം അവർ അലിയെയും കൂടി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ സുന്നി മുസ്ലിംസ് അങ്ങനെ കരുതുന്നില്ല, അലിയെ അംഗീകരിക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അലിയെ അംഗീകരിക്കുന്നുണ്ട്. ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു ലീഡറായിട്ട് മാത്രമാണ് അലിയെ അവർ കാണുന്നത്. എങ്ങനെയാണോ അബൂബക്കർ അൽ സിദ്ദീഖിനെ കാണുന്നത്, എങ്ങനെയാണോ ഉമർ ബിൻ അൽ ഖത്താബിനെ കാണുന്നത്, എങ്ങനെയാണോ ഉസ്മാനെ കാണുന്നത്, അങ്ങനെ തന്നെയാണ് അലിയെയും കാണുന്നത് അവർ. അല്ലാതെ മുഹമ്മദ് നബിക്ക് തുല്യതയുള്ള ഒരാളായിട്ട് കാണുന്നില്ല. പക്ഷേ ഷിയ മുസ്ലിംസ് അലിയെ നബിയുടെ തൊട്ടടുത്ത കാറ്റഗറിയിൽ വരുന്ന ആളായിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് ഷിയ മുസ്ലിംസും സുന്നി മുസ്ലിംസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നടക്കുന്നത്. ഇതൊക്കെ ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങളാണ്, അതൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഉള്ളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം, ട്രംപ് കാണിച്ചൊരു മണ്ടത്തരം. ട്രംപ് ആക്രമിക്കാൻ വരും എന്ന് ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് ഒരു ഊർജ്ജം പകർന്നു കൊടുത്ത് പ്രതിഷേധിക്കുന്ന ആൾക്കാർ നല്ല രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ കാഴ്ചവെച്ചത് ഇറാൻ്റെ ഉള്ളിൽ. ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഈ പുറത്തു വരുന്ന വാർത്തകളാണ് 5000 പേർ കൊല്ലപ്പെട്ടു, 10000 പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഏതാണ്ട് 20,000-ലധികം ആൾക്കാരെ ഇറാൻ വധിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അതായത്
മനസ്സിലാക്കേണ്ടത് ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇൻകമ്മിങ് കോൾ, അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് ഇറാൻ്റെ ഉള്ളിലേക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. നമ്പർ 1 നിങ്ങൾ നോക്കിക്കോളൂ. അതായത് അവസ്ഥ എത്രമാത്രം ഗുരുതരമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിഷേധം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇറാൻ ഗവൺമെന്റ് IRGC ഭരണകൂടം വെച്ചിരിക്കുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ്, ആ റെസ്ട്രിക്ഷൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, 14 ദിവസമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. ഇനി അവിടുത്തെ ഷോപ്പുകൾ, പരമാവധി ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആഹാരമുണ്ടോ ചോദിച്ചാൽ ആഹാരമുണ്ട്, ആഹാരമില്ലാതില്ല, ആഹാരമുണ്ട്. ആഹാരം അവർക്ക് ആ വില്ലേജുകളിലൊക്കെ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ചിലരൊക്കെ കടയൊക്കെ തുറന്ന് ബാക്ക് ഡോർ വഴിയൊക്കെ ഈ ആഹാരങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ പണത്തിന് പ്രശ്നമുണ്ടോ ചോദിച്ചാൽ പണത്തിന് പ്രശ്നമുണ്ട്. പല ഷോപ്പ് ഓണേഴ്സും കടത്തിനാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. രണ്ടാമത്, ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഔട്ട് ഗോയിങ് കോൾ ചെയ്യാം, ഇറാൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വിളിക്കാം, ഇന്റർനാഷണൽ കോൾ വിളിക്കാം. അതും ഒരു 2-3 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പറ്റും, കാരണം അത്രമാത്രം എക്സ്പെൻസീവ് ആണ് ഈ കോൾ റേറ്റ്. അപ്പോൾ അതുപോലെ ഈ വിളിക്കുന്ന ആൾക്കാരെ ഇവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്, ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാ കോളുകളും ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികളിൽ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, വൂണ്ടഡായിട്ടുള്ള ആൾക്കാർ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട്. ഈ വൂണ്ടഡായിട്ട് വന്ന ആൾക്കാർ എന്തിനാണ് വന്നത്, ഇവർക്ക് എവിടെ വെച്ചിട്ടാണ് ഈ പരിക്കേറ്റത്, ഇവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടാണോ ഈ പരിക്കേറ്റെന്നുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ട് വന്നിട്ട് ആശുപത്രികളിൽ ചികിത്സ തേടി കഴിഞ്ഞാൽ ചികിത്സ കിട്ടില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള നിയമം അവർ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അഥവാ അങ്ങനെ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ആ ആശുപത്രിക്കെതിരെയും ഇവർ നടപടിയെടുക്കും, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി IRGC ഭരണകൂടവും അതുപോലെ തന്നെ ഈ പോലീസുകാരൊക്കെ ഇവർ സെക്യൂരിറ്റി ഓഫീസറിനൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവർ വീടാന്തരം കയറി പരിശോധിക്കുകയാണ്. അവിടെ വൂണ്ടഡായിട്ടുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് ഇവർ തിരയുന്നത്. വൂണ്ടഡായിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് തിരയുന്ന പറഞ്ഞാൽ ഇവർ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടായിരിക്കുമല്ലോ ഈ വൂണ്ട് വന്നത്. ഈ പരിക്കേറ്റ ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയാൽ അവർ പിടിക്കപ്പെടും എന്നുള്ളൊരു പേടിയിൽ വീട്ടിൽ തന്നെ അടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയും ഇവർ വെറുതെ വിടില്ല. ഇവർ പോയി പരിക്കേറ്റ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ജയിലിലടക്കുകയാണ്. ഈ ജയിലിലടയ്ക്കുന്ന ആൾക്കാരെ പിന്നെ തുരിതരായി ഇവർ തൂക്കിക്കൊല്ലുകയാണ്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി. 3 ദിവസം, മാക്സിമം 3 days ആണ് ഇവരുടെ ട്രയൽ പീരീഡ് എന്ന് പറയുന്നത്. 3 ദിവസത്തിനകത്ത് ഇവരെ കുറ്റക്കാരനാണെന്ന് വിധിക്കുക, എന്നിട്ട് തൂക്കുക. ഇത് പ്രധാനമായിട്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രമാത്രം ഈ പ്രതിഷേധം ആളിക്കത്താൻ ഗ്ലോബൽ സപ്പോർട്ട് എന്നുള്ള നിലയിൽ അമേരിക്ക വരെ മുന്നിട്ടിറങ്ങി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പ്രതിഷേധം ഇത്രമാത്രം മുന്നോട്ട് പോയത്. അവസാന നിമിഷം ഇതിൽ നിന്നും ട്രംപ് പിൻവലിയാണ്. അതായത് അവരിനി ആരെയും തൂക്കിക്കൊല്ലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിൻവലിയാണ്. ട്രംപ് കണ്ടുകൊണ്ടിരിക്കുകയാണോ ഇവർ തൂക്കിക്കൊല്ലുന്നത് എത്ര പേരാണെന്നുള്ളത്? ഇവർ സാധാരണഗതിയിൽ ഒരു വർഷം 750, 800, 900, 2025 ഏതാണ്ട് 900 പേരെയാണ് ഇവർ തൂക്കിക്കൊന്നത്. ഇതൊക്കെ പ്രതിഷേധം ഉണ്ടായിട്ടല്ല. അതായത് തൂക്കിക്കൊല്ലുന്നത് ഒരു ഹോബിയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണകൂടമാണ് IRGC. അപ്പൊ അവര് ഇത്രമാത്രം പ്രതിഷേധം ചെയ്ത ആൾക്കാരെ അവർ വെറുതെ വിടുന്നതാണ് വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. അവർ തുരിതരാ തൂക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏതാണ്ട് 20,000 പേരെ തൂക്കി കൊന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവിൽ ഞാൻ പറയുന്നത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഒരുപാട് പേര് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ ഇറാനിയൻ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, വല്ല ദുബായിലോ സൗദി അറേബ്യയിലോ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇറാനിയൻ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നിലവിലെ അവസ്ഥ. ഇനി ഇറാന്റെയും ഇസ്രായേലിന്റെയും നിലപാടുകൾ എന്താണ്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്താണ് തീരുമാനമെടുത്തിരിക്കുന്നത്, അടുത്ത് എന്ത് ടാക്ടിക്സ് ആണ് ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ നേരെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇന്ത്യ UAE അവർ തമ്മിൽ നടന്ന ചർച്ച എന്താണ് ഉദ്ദേശിക്കുന്നത്. ഹാർഡ്ലി ഒരു 3 hours ചർച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ UAE-യുടെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇവർ സംസാരിച്ച വിഷയങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാൻ പോകുന്നത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല റൂമേഴ്സ്, പല കോൺസ്പിറസീസ്, പലരും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന രീതിയിലുള്ള വളരെ വളരെ ബാലിശമായ രീതിയിലുള്ള ആർഗ്യുമെന്റ്സ്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, നമ്മൾ അഗ്രസീവായിട്ട് വാർത്ത ചെയ്യാറില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ വാർത്ത പറയാറുള്ളൂ. അല്ലാതെ UAE ഭരണാധികാരി ഇന്ത്യയിൽ വന്നു നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ക്യാപ്ഷനൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഞാൻ എന്താണോ തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത് ആ സാധനമായിരിക്കും വീഡിയോയ്ക്കുള്ളിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ പ്രാഥമികമായിട്ടൊരു വീഡിയോ ഇൻസൈറ്റ്സ് ഗ്ലോബൽ മലയാളം എന്ന ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് എന്താണ് അവർ വന്ന് ചർച്ച നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ചും അതേപോലെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ള മട്ടിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്, പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻസ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അറബ് മീഡിയ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ന്യൂക്ലിയർ മേഖലയിൽ ശക്തമായ രീതിയിൽ 2 രാജ്യങ്ങളും തമ്മിൽ ബന്ധം സ്ഥാപിക്കാനും അതിനെ ബിസിനസ് പരമായ രീതിയിൽ ചിന്തിക്കാനും ഗ്ലോബൽ സൗത്ത് എന്നുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി UAE-യുടെ പാർട്ട്ണർഷിപ്പിൽ UAE ഇന്ത്യ ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ, അതായത് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ, സിവിൽ ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ, അതുപോലെ സബ്മറൈനിന് വേണ്ട പവർ കൊടുക്കാനുള്ള ന്യൂക്ലിയർ പവർഡ് സബ്മറൈനിന് വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾ, ഇതിൽ പ്രധാനമായിട്ടും സ്മോൾ മൊഡ്യൂളർ റിയാക്ടേഴ്സ്, അതിലേക്ക് കൂടുതൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് UAE-യെ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. നമ്പർ 1. ഇനി ഇതിൻ്റെ പുറകിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ഉണ്ട്.
അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയും UAE തമ്മിൽ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. ഈ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോഴേ നമ്മൾ ഒട്ടും സംശയിക്കേണ്ടതില്ല. പാകിസ്ഥാൻ സൗദി അറേബ്യ എങ്ങനെയാണോ ന്യൂക്ലിയർ അംബ്രല എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം ഇറക്കി വെച്ചിരിക്കുന്നത്, അതുപോലെയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഇന്ത്യയും UAE തമ്മിൽ. സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് മാത്രമല്ല, ലാർജ് റിയാക്ടേഴ്സും കൂടി പണിയാനും അതിലേക്കുള്ള ഫുൾ മെയിൻ്റനൻസ് കംപ്ലീറ്റ് UAE ആണ് നോക്കി നടത്താൻ പോകുന്നത്. UAEക്ക് ഈ കോൺട്രാക്ട് ഇന്ത്യ കൊടുക്കാനുള്ള കാരണം അത് വളരെ വ്യക്തമാണ്. ഇന്ത്യക്കുള്ളിൽ ഇന്ത്യ നടത്തിയ ചില നിയമ പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരം എന്താണെന്ന് പറഞ്ഞാൽ ശാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു മോഡിഫിക്കേഷൻ, ന്യൂക്ലിയർ ആക്ട് 1962, അതുപോലെ തന്നെ സിവിൽ ലയബിലിറ്റി ന്യൂക്ലിയർ ഡാമേജ് ആക്ട് 2010, ഈ രണ്ട് നിയമങ്ങളെയും നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ആ പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ ശാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം നമ്മൾ 2025 മോഡിഫൈ ചെയ്ത് നമ്മൾ ഇറക്കിയത്. ഈ നിയമം കൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. കീ ഫ്യൂച്ചേഴ്സ് ഓഫ് ശാന്തി ആക്ട്, ഇത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ അനുവദിക്കും. നമ്പർ 1, ലിമിറ്റഡ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ലിമിറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാം. അതേപോലെ ഗവൺമെന്റ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് ഏരിയ എന്ന് കരുതുന്ന ഏരിയകളിലെല്ലാം തന്നെ ഗവൺമെന്റ് പൂർണ്ണ നിയന്ത്രണം കൈവശം വെച്ചിരിക്കും. അത് പ്രൈവറ്റിന് കൊടുക്കില്ല. അതായത് ഇൻവെസ്റ്റ്മെന്റ് ആവാം, അതുകൊണ്ടുള്ള പ്രോഫിറ്റ് ആവാം, അതെല്ലാം ചെയ്യാം. പക്ഷേ അതിൻ്റെ കൺട്രോൾ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഏതൊരു പ്രൈവറ്റ് കമ്പനിക്കും ഈ സ്മോൾ മൊഡ്യൂലാർ ന്യൂക്ലിയർ റിയാക്ടർ പ്രോഗ്രാമിൽ പങ്കെടുക്കാം, അതിൽ എന്റർപ്രണർ ആവാം. അപ്പോൾ ആ സാഹചര്യത്തിൽ SMEs പോലത്തെ കമ്പനികൾ ഓപ്പൺ ചെയ്യാം. ആ SMEsൽ ഫോറിൻ ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ പറ്റും. ഇതാണ് ഇന്ത്യ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മാറ്റം. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ എനർജി ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിനായാലും ശരി തന്നെ ആഗോളതരത്തിൽ ഗ്ലോബലി എനർജി നീഡ് വളരെ വലുതാണ്. അപ്പോൾ ഭാവിയിൽ 2035 കൂടി ഇന്ത്യ എനർജിയിൽ, അതും ഗ്രീൻ എനർജിയിൽ, റിന്യൂവബിൾ എനർജി, സസ്റ്റൈനബിൾ എനർജിയിൽ, നമ്മൾ സീറോ കാർബൺ എമിഷനിലുള്ള എനർജി ഉൽപ്പാദനത്തിൽ നിർണായകമായിട്ടുള്ള മുന്നേറ്റം നമ്മൾ നടത്തണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ മാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഫോറിൻ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത്രയ്ക്ക് നല്ലത്. അപ്പോൾ ഈ മാസീവായിട്ടുള്ള പ്രോജക്റ്റുകൾ റൺ ചെയ്താൽ മാത്രമേ നമുക്ക് അത്രമാത്രം ന്യൂക്ലിയർ റിയാക്ടറുകൾ നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി, ഈ സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സിൻ്റെ ടെക്നോളജി ഇന്ത്യയുടെ പക്കലുണ്ട്. ഇന്ത്യ പൂർണ്ണമായിട്ട് ആ ടെക്നോളജിയിൽ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഇനി പല സ്ഥലങ്ങളിലും ന്യൂക്ലിയർ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് സ്ഥാപിക്കും. അതിന് വേണ്ടിയിട്ട് UAE കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് UAE കൃത്യമായിട്ട് ഇന്ത്യക്കുള്ളിൽ പുഷ് ചെയ്യും. ഇനി ഇന്ത്യ എന്താണ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഡിഫൻസ് കോർപ്പറേഷൻ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല. അതായത് ഒരു ന്യൂക്ലിയർ അംബ്രല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് I3U3. എന്താണ് ഇപ്പോൾ I3U3 എന്ന് പറഞ്ഞാൽ? I3 ഇന്ത്യ, ഇസ്രായേൽ, UAE, ഇത് I3 ഒരു സൈഡിലുള്ള 3. ഈ മറ്റൊരു 3 എന്ന് പറഞ്ഞാൽ തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇവരാണ് അടുത്ത 3. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ സൗദി അറേബ്യ ഈജിപ്തിനോടും സൊമാലിയയോടും ചേർന്നിട്ട് UAE ഒതുക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ഡിഫൻസ് ഡീലിലേക്ക് മുന്നോട്ട് പോവാണ്. തയ്യബ് എർദോഗൻ തുർക്കി, പാകിസ്ഥാനോടും സൗദി അറേബ്യയോടും ചേർന്ന് ഡിഫൻസ് പാക്റ്റിൽ സൈൻ ചെയ്യാൻ തയ്യാറാണെന്നുള്ള സന്നദ്ധത അറിയിച്ചതിന്റെ ആ സെയിം ഡേ തന്നെ അബുദാബി ഭരണാധികാരി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ചോദിക്കുകയാണ്. 19-ാം തീയതി തന്നെ ഇന്ത്യ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇതാണ് സംഭവിച്ചത്. ഇത് വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നടത്താം. പക്ഷേ വരാനിരിക്കുന്ന ജനുവരി 26 ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ഇന്ത്യക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്വിക്ക് ആയിട്ടൊരു മീറ്റിംഗ് എന്നാണ് ഇത് അറേഞ്ച് ചെയ്തത്. അല്ലാതെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ എന്തോ മാരകമായ സംഭവം സംഭവിക്കാൻ പോകുന്നു അങ്ങനെയൊന്നുമില്ല. അത് ക്വിക്കായിട്ടൊരു സ്ലോട്ട് കിട്ടി, ഓക്കെ എന്നാൽ പിന്നെ നാളെ തന്നെ വന്നോളൂ എന്ന് പറഞ്ഞ് ഷോർട്ട് നോട്ടീസാണ്. ഇന്ന് വിളിക്കുന്നു, എന്നാൽ പിന്നെ നാളെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അതേപോലെ നാളെ വന്നു, അത്രമാത്രം. അത്രേ ഉള്ളൂ ഇതിനകത്ത്. വളരെ സിമ്പിളാണിത്. ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇത് ഏതാണ്ട് 2021 മുതൽ UAE പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഇതിനകത്ത് APR 1400 എന്ന് പറഞ്ഞ 4 റിയാക്ടറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വലിയ ലാർജ് മോഡൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ്. 25% UAEയുടെ പവർ സപ്ലൈ ഈ റിയാക്ടറിൽ നിന്നാണ് കിട്ടുന്നത്. $20 ബില്യൺ പ്രോജക്റ്റ് ആണ്. KEPCO എന്ന് പറയുന്ന സൗത്ത് കൊറിയയുടെ കമ്പനിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും എനർജി ഡൈവേഴ്സിഫിക്കേഷൻ ബിയോണ്ട് ഓയിൽ, ഫോസിൽ ഫ്യൂവൽ എനർജി, ട്രാൻസിഷൻ ഫ്രം ഫോസിൽ ഫ്യൂവൽ ടു ഗ്രീൻ എനർജി, ന്യൂ ന്യൂക്ലിയർ പാർട്ട്ണർ ബിയോണ്ട് ദ വെസ്റ്റ്. അതാണ് മനസ്സിലാക്കി. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സെന്റൻസ് ആണ്. ന്യൂ ന്യൂക്ലിയർ പാർട്ട്ണർ ബിയോണ്ട് ദ വെസ്റ്റ്. വെസ്റ്റിനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, വെസ്റ്റിന് വേണമെങ്കിലാവാം, നിങ്ങൾ കൂടുന്നെങ്കിൽ കൂടിക്കോ, പക്ഷേ നിങ്ങളല്ല പ്രാധാന്യം നമുക്ക് എപ്പോഴും ഗ്ലോബൽ സൗത്ത് ആണ്. അതാണ് മെയിനായിട്ട് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഗ്ലോബൽ സൗത്തിന്റെ ഒരു നിർണായക പോയിന്റ് ആയിട്ട്, ടേണിംഗ് പോയിന്റ് ആയിട്ട് UAEയും ഇന്ത്യയും മാറുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത്. എനർജി എക്സ്പോർട്ട് ചെയ്യും. എഫോർട്ട് ടു ബിക്കം എ ടെക് ഹബ്
ഫോർ ഗ്ലോബൽ സൗത്ത് കൺട്രീസ്. അപ്പോൾ ഇതിനകത്ത് ഈ SMR റിയാക്ടർ നിർമ്മിക്കുന്നതിൽ ജോയിന്റ് ഡെവലപ്മെന്റ്, രണ്ടുപേരും ഒരുമിച്ച് ഇതിനകത്ത് പണിയെടുക്കാനാണ് തീരുമാനിക്കുന്നത്. ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ത്യയുടേതാണ് ടെക്നോളജി എങ്കിലും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ പ്ലസ് എഫിഷ്യൻസി. 2008 ഇന്ത്യ US സിവിൽ ന്യൂക്ലിയർ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് നമ്മൾ പല രാജ്യങ്ങളുമായിട്ടും ഈ സിവിൽ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. റഷ്യ, കാനഡ, ഓസ്ട്രേലിയ, കസക്കിസ്ഥാൻ, സൗത്ത് കൊറിയ, UK ഇവരുമായിട്ടൊക്കെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് പ്രോളിഫറേഷൻ എഗ്രിമെന്റ്. സോ ഇന്ത്യക്ക് ഈ ന്യൂക്ലിയർ മേഖലയിൽ നല്ല ക്രെഡിബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഈ സാധനം എൻറിച്ച്മെന്റ് ചെയ്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ലോകത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ നോർത്ത് കൊറിയയെ പോലെ ബിഹേവ് ചെയ്ത് കളയും എന്നുള്ള ഒരു അഭിപ്രായമൊന്നും ഇന്ത്യയെക്കുറിച്ച് ഒരു ലോകരാജ്യത്തിനും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇന്ത്യയുടെ വിജയം. ആ മുതൽ മുടക്കിൽ തന്നെയാണ് ഇന്ത്യ ആഗോളതലത്തിൽ ഇപ്പം ഈ സ്മോൾ മൊഡ്യൂലർ റിയാക്ടേഴ്സും അതേപോലെ ലാർജ് റിയാക്ടേഴ്സും സ്പ്രെഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയുടെ അടുത്ത് UAE ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺ പ്രൊട്ടക്ഷൻ, ന്യൂക്ലിയർ അംബർല ഷീൽഡ്, ഇതാണ് വേണ്ടത്. ഇതാണ് സംഭവം ഇവർ രഹസ്യമായിട്ട് പോയി സംസാരിച്ചത് ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഷെയ്ഖ് അൽ നഹിയാനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. യമനിൽ സംഭവിച്ച സംഭവം, അവിടെ സൗദി അറേബ്യ എങ്ങനെയാണ് UAE ബീട്രേ ചെയ്തത്, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും യമൻ മിഷനിൽ നിന്നും UAE പിൻവലിഞ്ഞിരിക്കുകയാണ്. ഇനി യമൻ മിഷനുമായിട്ട് UAE മുന്നോട്ട് പോയില്ല. ഇനി യമൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ബേബിയാണ്. അവിടെ എന്ത് സംഭവിച്ചാലും അവർ തന്നെ സഹിച്ചോട്ടെ. ഇനി UAE ഒരു കാരണവശാലും സൗദി അറേബ്യയുമായിട്ട് ചേർന്ന ഒരു മിലിറ്ററി പ്രാക്ടീസിന് എവിടെയും ഇറങ്ങില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സൗദി ലീഡ് കോയലേഷനുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധം വയ്ക്കാൻ UAE ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാൻ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറബ് റീജിയനിൽ കിടക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ UAEക്കും ആ ബന്ധമുണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. സൗദി അറേബ്യ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെ പോയി വാതിലുകൾ തുറന്ന് എഗ്രിമെന്റ് വെക്കുന്നുണ്ടോ അവിടെ എങ്ങും UAE പോവില്ല എന്നുള്ളതാണ് UAE പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ന്യൂക്ലിയർ അംബർല ഞങ്ങൾക്ക് വേണം, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ചോദിക്കാൻ വന്നതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കുറച്ച് ഒരു ഇറങ്ങി ആ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫേസിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഗൾഫ് രാജ്യങ്ങളോടൊക്കെ എപ്പോഴും ഇന്ത്യയൊക്കെ വരുന്ന പറഞ്ഞാൽ ഇന്ത്യ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയൊക്കെ വരുന്നത്. ആവശ്യം നമ്മൾ ഓപ്പൺലി ഉന്നയിക്കത്തില്ല. നമ്മളുടെ അടുത്ത് ഇന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അവർ താല്പര്യത്തോടു കൂടി അത് ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊരു ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ആണ്, ഒരു സൈനാണ്. പക്ഷേ ഇത്തവണ അബുദാബി ഭരണാധികാരിക്ക് ഇന്ത്യയിൽ നിന്നും ഒരു സഹായം വേണമായിരുന്നു. അതാണ് ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ്. ഇപ്പം അറബ് മീഡിയാസിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ സൗദി അറേബ്യ ഡിഫൻസ് പാക്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇനി ഈ ഡിഫൻസ് പാക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഈ ഡിഫൻസ് പാക്ട് എക്സാക്ട്ലി സൈൻ ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിനുള്ള പ്രാഥമികമായിട്ടുള്ള ലെറ്ററാണ് സൈൻ ചെയ്ത് മടങ്ങിയത്. അത് ഡിഫൻസ് പാക്റ്റിലേക്ക് പോകാൻ രണ്ട് രാജ്യങ്ങൾക്കും തയ്യാറാണെന്നുള്ള ഒരു സമ്മതപത്രമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഡിഫൻസ് പാക്റ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളതിൽ ന്യൂക്ലിയർ ആയുധം ആ ഒരു അംബർല UAEക്ക് മസ്റ്റായിട്ട് വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ മോദിയുടെ വസതിയിൽ പോയിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആവശ്യപ്പെട്ടത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള സഹകരണം എന്താണെന്ന് പറഞ്ഞാൽ റെഡ് സീയിൽ സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യുക, ഇൻക്രീസ് മിലിറ്ററി കോപ്പറേഷൻ. അതായത് തകൃതിയായിട്ട് ഇനി എല്ലാ കാലത്തും UAE ഇന്ത്യയിലും ഇന്ത്യ UAEയിലും ഒരു പെർമനന്റ് ബേസ് സ്ഥാപിക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുങ്ങുകയാണ്. സൗദി അറേബ്യ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ കൗണ്ടർ UAEയുടെ ആക്ടിവിറ്റീസിനെല്ലാം തന്നെ റെഡ് സീയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ തന്നെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് സൗദി അറേബ്യ. ഒരു ഡോമിനൻസ് അതാണ് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത്. അതുപോലെ സൊമാലിലാൻഡിന്റെ വിഷയവും ചർച്ചയായിട്ടുണ്ട്. സൊമാലിലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ തീരുമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണമൊന്നുമില്ല, ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ രൺധീർ സിംഗ് ജയ്സ്വാൾ പുറത്ത് പറഞ്ഞിരുന്നത്. ഇന്ത്യക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നിലപാടുകളൊന്നും ഇല്ല, എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേറ്റസ് കോ മുന്നോട്ട് പോകുന്നത് അത് തന്നെ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലും UAEയും സൊമാലിലാൻഡിനെ അംഗീകരിച്ച സാഹചര്യത്തിൽ ഇന്ത്യ അംഗീകരിക്കാത്തതിന് കാരണം വേറെയുണ്ട്. കാരണം ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ UAEയിൽ മാത്രമല്ല, ഗൾഫ് മേഖലയിൽ എമ്പാടും ഖത്തർ ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ കുറച്ച് ആലോചിച്ചും കണ്ടേ തീരുമാനം എടുക്കുള്ളൂ. അതിന് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ല. സൊമാലിലാൻഡിനെ അംഗീകരിക്കുന്നത് കൊണ്ട് ഇന്ത്യക്കുള്ള ഗുണം എന്താണ്, അവിടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പർപ്പസ്ഫുള്ളി അവിടെ റീസൺ ഒന്നും ഇല്ല. ശരിക്കും ഇന്ത്യക്ക് ഇപ്പോൾ സൊമാലിലാൻഡിനെ അക്സെപ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു ഗുണമോ ദോഷമോ ഉണ്ടാവാനില്ല. അങ്ങനത്തെ ഒരു വിഷയത്തിൽ വെറുതെ പോയി അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് തന്നെയാണ് നമ്മൾ UAEയുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തുക. അവിടെ UAEയുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. റെഡ് സീയുടെ ഏരിയയിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ UAE, ഇസ്രായേൽ അവർക്കൊക്കെ അവിടെ ആവാം. കാരണം അവരുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഹൂത്തികളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ഈ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റും. അതിലുപരിയായിട്ട് ഇപ്പം ഇന്ത്യ കൂടുതൽ ആ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതാണ് ശരിക്കും UAEയും ഇന്ത്യയും തമ്മിൽ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ. മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് സംഭവം. ബാക്കിയുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ. അപ്പോൾ അതുകൊണ്ട് UAE പറഞ്ഞിരിക്കുന്നത് ആണവായുധ കവചം
UAE കൊടുത്തു കഴിഞ്ഞാൽ UAE ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെ ഇരട്ടിപ്പിക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി പറഞ്ഞിട്ടുണ്ട്. വാഗ്ദാനം വെറുതെ അല്ല കേട്ടോ, വാഗ്ദാനം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതായത് 2033 നമ്മൾ 200 ബില്യൻ്റെ ട്രേഡ് സർപ്പാസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനെ ഇരട്ടിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. അപ്പോൾ ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട ഒരു പൊസിഷനിലാണ് ഉള്ളത്. അത് UAEക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാം, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യക്കാർ UAEയിലുള്ളത്. അപ്പോൾ എന്തായാലും ഗവൺമെന്റിന്റെ തീരുമാനമാണ്, നമുക്കൊന്നും പറയാനില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വല്ലാത്ത രീതിയിലുള്ള വാർത്തകളൊക്കെ ഞാൻ കാണാനിടയായി. അത് കണ്ടിട്ടല്ല നമ്മൾ വീഡിയോ എടുത്തത് ശരിക്കും, പക്ഷേ ഞാൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമന്റ് വായിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടത് ശരിക്കും. അതായത് ട്രംപിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് UAE ഭരണാധികാരി ഇന്ത്യ സന്ദർശിച്ചത് എന്നുള്ള ബാലിശമായ വാദങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിച്ച് നോക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒന്നും തന്നെ പറയാനില്ല. ഇവിടെ ഇന്ത്യക്കുള്ളിൽ കാര്യങ്ങൾ ട്രംപിന് നടത്തണം എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ വളരെ അടുത്ത ആളായിട്ടുള്ള സെർജിയോ ഗോർ, അയാളിപ്പോൾ ഇന്ത്യയിലുണ്ട്. അയാളാണ് അയാൾ അമേരിക്കയുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ. ആ സാഹചര്യത്തിൽ പിന്നെ അയാളെക്കാളും വേറൊരാളുണ്ടോ ട്രംപിന്? ഈ സെർജിയോ ഗോർ എന്ന് പറയുന്നത് ഏതാണ്ട് 10 വർഷം ട്രംപിനോടൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ്, വളരെ അടുത്ത വ്യക്തി. ഇലക്ഷൻ ക്യാമ്പയിനിന് നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ആളാണ് ഈ സെർജിയോ ഗോർ. അയാളെപ്പോലത്തെ ആളൊക്കെ ഇന്ത്യയിലുള്ള സമയത്ത് പിന്നെ അബുദാബി ഷെയ്ഖിനെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ? ഞാൻ തന്നെ അന്തം വിട്ടാണ് വാർത്ത കേട്ടത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ആ കോമഡി ഒന്നും പറയാനോട് ആഗ്രഹിക്കുന്നില്ല. ഇറാൻ, UAE, ഇന്ത്യ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് ഡെവലപ്മെന്റ് നമ്മൾ കവർ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.